കുറച്ചുകൂടെ നമ്മുടെ കൾച്ചർ വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ സംഗീതത്തിലുമുണ്ട്. നമ്മുടെ സംഗീതം കുറച്ചുകൂടെ വെസ്റ്റേണൈസ് ആകുകയാണ്. നമ്മുടെ പുതിയ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അതിനൊരു വെസ്റ്റേൺ ടച്ചാണ് കൂടുതൽ പുതിയ മലയാള പാട്ടുകളൊക്കെ വരുന്നത്. എന്നാൽ പഴയ ആ മലയാള തനിമയുള്ള അല്ലെങ്കിൽ ആ കർണാട്ടിക് സംഗീതത്തിന്റെ ശബ്ദവും ഗാംഭീര്യവും താളവും രാഗവും ലയവും ഒക്കെ ഉള്ള ആ പാട്ടുകൾ വല്ലാതെ അങ്ങ് അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടം ഈ പാട്ടുകൾ പാടുന്നു. നമ്മുടെ ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. സംഗീതം പഠിച്ചാൽ രാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വളരെ തെറ്റാണ്. സംഗീതം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഒരേ ഒരു രാഗം മാത്രമേ ആദ്യം മനസ്സിലാക്കാൻ പറ്റൂ. അത് മായ മാളവ ഗൗള എന്ന് പറയുന്ന രാഗമാണ്. പുതിയ കുറച്ച് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് പാട്ടുകാര് ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ദേ ആർ സിംഗിങ്. അതിൽ വിവാദമായിട്ടുള്ള ഒരു വരി എന്ന് പറയുന്നത് വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആളുകളും അതിലെന്തോ ഒരു ചെറിയ വ്യാഖ്യാന പശയൊക്കെ പറയാറുണ്ട്. ശരിക്കും എന്തായിരിക്കും ആ വരികൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള അതിന്റെ ഒരു വ്യാഖ്യാനം? അതിന്റെ ശരിയായ രീതിയിലാകാം, ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഈ പെന്തിക്കോസ്ത് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് ഒരു 50 വർഷമായിട്ടുണ്ട്. അതെ, ഇത് മുഴുവൻ മാർത്തോമ, CSI, CMS, കാത്തലിക്സ് ആളുകളുടെ പാട്ടുകളായിരുന്നു. സൈമൺ സാർ ആണെങ്കിൽ തന്നെയും ബ്രദറൻ സമുദായത്തിൽ മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതണമെന്നൊരു ആഗ്രഹം, ഒരു അതിനൊരു ദൈവാത്മാവിന്റെ ഒരു പ്രേരണയും എനിക്ക് ഉണ്ടായിട്ട് 2-3 വർഷങ്ങളായി. അപ്പൊ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുന്ന രേഖകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ ഇതിനിടയ്ക്ക് ഏകദേശം 19ഓളം പാട്ടെഴുത്തുകാരുണ്ട്. നമ്മൾ പേര് പറഞ്ഞാൽ തീരില്ല. എന്നാലും മോശവത്സലം മുതൽ സൈമൺ സാറ്, വിദ്വാൻ കുട്ടിയച്ചൻ, നാഗൽ സാഹിബ്, PV തൊമ്മി, അങ്ങനെ തുടങ്ങി JV പീറ്റർ, മാവലിക്കര രാജു, വിൽസൺ ചേതനാടിൽ ഭക്തവത്സലത്തിൽ അവസാനിക്കേണ്ട ഒരു വലിയ പ്രൊജക്റ്റാണ്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? രാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് സംഗീതം ദൈവകൃപയാൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഈ രാഗങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പാട്ടുകൾ പാടുന്നു. നമ്മുടെ ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. സംഗീതം പഠിച്ചാൽ രാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വളരെ തെറ്റാണ്. സംഗീതം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഒരേ ഒരു രാഗം മാത്രമേ ആദ്യം മനസ്സിലാക്കാൻ പറ്റൂ. അത് മായ മാളവ ഗൗള എന്ന് പറയുന്ന രാഗമാണ്. അതിലാണ് ഈ സരിഗമ പദനിസ കിടക്കുന്നത്. അത് വർഷങ്ങളോളം പഠിച്ചാൽ മാത്രമേ ബേസിക് തുടങ്ങാൻ പറ്റും. ഇത് നമ്മുടെ മ്യൂസിഷ്യൻസിനിടയിൽ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്കിടയിൽ എവിടേക്കോ തെറ്റായിട്ടുള്ള ഒരു അബദ്ധം ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി പറയാം. ഇതൊന്നും നമ്മളെ ഒരു സംഗീത ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതല്ല. അത് അങ്ങനെ പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ കുറേയേറെ നമ്മൾ മുൻപോട്ട് പോകും തോറും ഇത് പഠിക്കാൻ പറ്റും. നമുക്കിത് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനിപ്പോൾ ഒരുപാട് ടൂൾസ് ഉണ്ട്, യൂട്യൂബ് പോലത്തെ, അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൂടെയും എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാനിത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പാട്ട് ഇപ്പം അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി, ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗനാട്ടിലാക്കുവാൻ. ഈ പാട്ടുകളെല്ലാം ഒരു രാഗമാണ്, സിന്ധു ഭൈരവി രാഗം. അതുപോലെ തന്നെ പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം, നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിലത്രേ നാം, നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. ഈ പാട്ടുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ന രാഗത്തിലാണ് ഈ പാട്ടുകളൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, കൂടുതൽ മനസ്സിലാക്കി വന്നത്. സംഗീത പഠനം അതിന് ഈ കർണാട്ടിക് സംഗീത പഠനം ബിഗിനേഴ്സിന് അതിന് ഒരിക്കലും ഹെൽപ്ഫുൾ ആവില്ല.
അത് കുറേ ഏറെ കഴിയുന്ന ആളുകൾക്കാണ് രാഗങ്ങളിലേക്കും കീർത്തനങ്ങളിലേക്കും ഒക്കെ വരുമ്പോൾ മാത്രമേ സ്പെസിഫിക് രാഗങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കൂ. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പലയിടത്തു നിന്നും കണ്ടെത്തി ഇത് മനസ്സിലാക്കി. ഞാനിതെല്ലാം വേറൊരു ഗോളത്തിലിരുന്ന് കേൾക്കുകയാണ്. കാരണം സംഗീതമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാനാണ് രാഗങ്ങളെ കുറിച്ച് ചോദിക്കുക, ഈ കാര്യങ്ങൾ എന്നോട് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും എന്നെ സംബന്ധിച്ച് ഇത് എന്നേക്കാൾ ഉപരി കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പാട്ടുകളെ കുറിച്ചും. പഴയ പാട്ടുകളുടെ ഒരു റിവൈവ് നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം മോശവത്സലം ശാസ്ത്രിയാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആ പാട്ടുകളൊക്കെ യെരൂശലേമിൻപുവിയുടെയൊക്കെ മരണ വീടുകളിലൊക്കെ വല്ലാതെ ഞാൻ ആസ്വദിക്കുന്ന, മരണ വീടുകളിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്നു, ഏറ്റവും കൂടുതൽ വചനം വായിക്കുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മൈൻഡ് പരിവപ്പെട്ടിട്ടുള്ളത് ഈ ഇങ്ങനെയുള്ള ശവസംസ്കാര വേളകളിലുള്ള പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വചനഭാഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ഈ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മരണ വീട്ടിലെ പാട്ടുകളാണ്. അപ്പൊ അതൊക്കെ പഴയ കാലത്തുള്ള പാട്ടുകൾക്ക് ഒരു മാറ്റം വെക്കാൻ ഇതുവരെ ഒരു പാട്ടും വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ യെരൂശലേമിൻപുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തിരുവത്താഴ സമയത്ത് പാടാനും വേണ്ടിയിട്ട് ഒരു പാട്ട് അതേ ട്യൂണിൽ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞാൽ ഓർക്കും. നന്ദി കെട്ട് ഈ നരരെ നരക അഗ്നിയിൽ നിന്നും നേടാ മന്നവ തിരുപ്പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ മന്നവ തിരുപ്പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ പരമനീതിയിൽ ദുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം പരമനീതിയിൽ ദുരിതത്താലെന്നെ അറിവാൻ നിന്നൊരു നേരം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാ വലിമ വിട്ടല്ലോ അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാ വലിമ വിട്ടല്ലോ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലാ ദൈവജാത നിനക്ക് വേദന വരുത്തി വെച്ചതി നീജനാനയോ. ഇത്ര മനോഹരമായ വരികളും പാട്ടുകളും ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഒരു വ്യത്യാസം പറയാനുള്ളത്. ഇപ്പോഴും ഈ തിരുവത്താഴ ശുശ്രൂഷകൾക്ക് ഇപ്പൊ നമ്മള് അന്നാസിൻ അരമനയിൽ മന്നവ നീ വിധിക്കപ്പെട്ടു കണ്ണങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവ പരിഹസിച്ചു. ഇത്രയും കാലം ഇങ്ങോട്ട് വന്നിട്ടും നമുക്ക് ഇതിനൊന്നും പകരം റീപ്ലേസ് ചെയ്യാൻ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു പാട്ടുമില്ല. ഇപ്പൊ സർവ്വപാപകറകൾ തീർത്ത് ഇപ്പൊ നമ്മുടെ സഭയിലൊരു പാസ്റ്റർ ചർച്ചിലെ തിരുവത്താഴം നടത്തുന്ന ആളാണ്. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരു പുതിയ പാട്ട് ഒരു 50 വർഷത്തിനിടയ്ക്കില്ല എന്നുള്ളതാണ്. 200 വർഷങ്ങളായിട്ടും 180 വർഷങ്ങളായിട്ടും എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടൊരു 100 വർഷങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ പാട്ടുകൾക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അതാണ് ഈ പാട്ടുകളുടെ ഒരു മഹത്വം. വേറെ ഒരു ശുശ്രൂഷ നോക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു മരണ വീട്ടിൽ പ്രത്യാശ കൊണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു പുതിയ പാട്ട് പാടിയാൽ തന്നെ എന്നാലും ആ സന്ദർഭത്തെ ഇത്രയധികം ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാട്ടുകൾ ഈ പാട്ടുകൾക്ക് റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല. ഇപ്പൊ സർവ്വപാപ തിരുവത്താഴം എടുക്കുന്നില്ല എന്ന് കരുതി പലവട്ടം പോയിരുന്നു ഞാൻ. അല്ല എന്നെപ്പോലെ ഒരുപാട് എന്നോട് ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട് തിരുവത്താഴം എടുക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് വന്നിരുന്നത്. പക്ഷേ യേശുവോടി ലോകർ ചെയ്ത തോർക്ക നീ എന്നുള്ളവേ വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരുരക്തം
കേട്ടിട്ട് തിരുവത്താഴം എടുക്കണം. അന്നേരം തന്നെ മനസ്സ് അലിഞ്ഞ് തെറ്റുകളും പാപങ്ങളും ഏറ്റു പറഞ്ഞ കാര്യം തിരുവത്താഴത്തിന്റെ സമയത്ത് ഇറങ്ങി പുറത്തേക്ക് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് പാടുന്നതിന്റെ മഹത്വമല്ല, അവിടെ ഒരു സാധനം പ്ലേസ് ചെയ്ത് ദൈവാത്മാവ് വെച്ചിരിക്കുകയാണ്. അത് ആ പഴയ ഭക്തരോടുള്ള ഒരു നീതിയും കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പകരം റീപ്ലേസ്മെന്റ് ഇല്ല. ഇപ്പം അബ്രഹാമിന് എല്ലാ സ്ഥലവും കൊടുക്ക, നീ എന്താ ആകാശത്തിലെ അങ്ങനെ നക്ഷത്രങ്ങൾ പോലെ മക്കളെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെ സ്ഥലവും കൊടുക്കാന്നാണല്ലോ. പർദീസയ്ക്കും അബ്രഹാമിന്റെ മടിയെന്ന് പേരിട്ടു. ഒഴിച്ചിട്ടിരുന്ന ഒരു സ്ഥലത്തിന് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഇല്ല ഈ പാട്ടുകൾക്കൊന്നും. ഇതെനിക്ക് തോന്നുന്നു ആ ഭക്തരോടുള്ള കർത്താവിന്റെ ഒരു നീതിയാണ്. ഇനിയും നിങ്ങളുടെ ഈ സംഗീതയാത്ര പുതിയ തലമുറകൾക്ക് ഈ പഴയ പാട്ടുകളെ പരിചയപ്പെടുത്തട്ടെ, അതിന്റെ മഹത്വം പരിചയപ്പെടുത്തട്ടെ. നമുക്കിപ്പം കുറച്ചുകൂടെ നമ്മുടെ കൾച്ചർ വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ സംഗീതത്തിലുമുണ്ട്. നമ്മുടെ സംഗീതം കുറച്ചുകൂടെ വെസ്റ്റേണൈസ് ആകുകയാണ്. നമ്മുടെ പുതിയ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അതിനൊരു വെസ്റ്റേൺ ടച്ചാണ് കൂടുതൽ പുതിയ മലയാള പാട്ടുകളൊക്കെ വരുന്നത്. എന്നാൽ പഴയ ആ മലയാള തനിമയുള്ള അല്ലെങ്കിൽ ആ കർണാട്ടിക് സംഗീതത്തിന്റെ ശബ്ദവും ഗാംഭീര്യവും താളവും രാഗവും ലയവും ഒക്കെ ഉള്ള ആ പാട്ടുകൾ വല്ലാതെ അങ്ങ് അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടം. അതിലേക്ക് ഒരു പുതിയ റിവൈവലും ആളുകൾക്ക് അതിലേക്ക് ഒരു മടങ്ങിവരവും നിങ്ങളുടെ ഗാന ശുശ്രൂഷകളിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ ആശംസിക്കുകയാണ്. എന്താണ് ഇനി പറയാനുള്ള അല്ലെങ്കിൽ പാടാനുള്ളൊരു പ്രധാനപ്പെട്ട പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ? പുതിയ കുറച്ച് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് പാട്ടുകാരൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ദേ ആർ സിംഗിങ്. നമുക്കറിയാം കുറച്ചൊക്കെ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞു പോകണം. ഞാൻ ഈ തലമുറയിലെ ഏറ്റവും പുതിയ ആൾ, വളരെ പെട്ടെന്ന് പാടാൻ വന്നിട്ടുള്ള വളരെ ചെറിയ എക്സ്പീരിയൻസ് മാത്രം, വെറും 6 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമുള്ള കാര്യമാണ്. പക്ഷെ ജെയ്സൺ സോളമനെ പോലെ, ജെയ്സൺ കണ്ണൂർ, സന്തോഷ് അടൂർ, അങ്ങനെ അവരെയൊക്കെ പോലെ, അല്ലെങ്കിൽ വിൽസൺ ചേതനാട്ടിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് ജീവനോടൊപ്പം. വിൽസൺ ചേതനാട്ടിലെ പാട്ടുകളൊക്കെ നമുക്കറിയാം. പഴയ പാട്ടുകളോട് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം, എന്തേ ദൈവത്തിനു സ്തോത്രം. ഇതുപോലത്തെ കുറേയേറെ പാട്ടുകൾ തന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള മ്യൂസിഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെ ഒന്നും വിസ്മരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ ജെയ്സൺ സോളമൻ സാറ് മാത്രമാണ് അമ്പയർ ശിലയം എന്നുള്ള പാട്ടിന്റെ യഥാർത്ഥ ട്യൂണിംഗ്. ഞങ്ങളൊക്കെ അത് കേട്ടാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട് പാട്ടുകാരും ഗായകരും ഗായികമാരുണ്ട്. അപ്പം അവരും ഇപ്പം എന്താണ് പഴയ പാട്ടിൽ വീണ്ടും എടുത്ത് പാടുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അവര് പണ്ടുതൊട്ടേ പഴയ പാട്ടിലാണ്, കൂടുതൽ ഇപ്പം വീണ്ടും പഴയ പാട്ടിലേക്ക് എല്ലാവരും എത്തുന്നു എന്നതിൽ സന്തോഷം. അപ്പൊ ഈ പരദേവനഹോയാണ് ഈ ഇടയ്ക്ക് ഒരു ഭജന ടീം അത് പാടുകയും അതല്പം വിവാദമാകുകയും ചെയ്തു. പക്ഷെ അങ്ങനെയാണ് ആ പാട്ട് വെളിയിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു പാട്ട് യേശുദാസ് അതൊരു ക്രൈസ്തവ പാട്ടാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണത്. അതിന്റെ സംഗീതം കേൾക്കുമ്പോൾ വേറെന്തോ ഭജനയാണ്, സ്തുതിയാണ്, കീർത്തനമാണെന്നൊക്കെ ആളുകൾ ചിന്തിച്ചു. അല്ല, നമ്മള് അതിനകത്ത് നമ്മൾ ഈ ഭജനകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഭജനകൾ യൂസ് ചെയ്തിട്ടുണ്ട്. മാനുവേലനെ പാഹി നമോ നമോ, മാനവ സുതവര്യാ നമോ നമോ, ദീനവത്സല ക്രിസ്തു നമോ നമോ, ദിനമാകെ. നമ്മൾ എത്രയോ സിനിമാ പാട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഒരുപാട് സിനിമയിൽ ഇപ്പം ഉണവരുൾ കൈ നേരം ദേവാ സിനിമയിലെ സോങ്, ഒരു ഹിന്ദി സിനിമ, യേശുരാജൻ വേഗവാനിൽ വന്നിടും സിനിമയിലെ പാട്ടാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ പാട്ടുകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ പാട്ടുകൾ ആദ്യമായി കൊണ്ടുപോയി ഭജനക്കാർ പാടിയതല്ല. അപ്പൊ ഈ പരദേവനഹോ ഇപ്പൊ കുറച്ചുകൂടെ അതും ഞാൻ പറഞ്ഞ പോലെ ക്രിസ്റ്റോളജിയാണ് പാട്ട്. ക്രിസ്തുവിന്റെ വർണ്ണന തന്നെയാണ്. എന്താണ് ക്രിസ്തു വന്നത്, ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് ആ പാട്ടിന്റെ രണ്ടുപേരും. പക്ഷെ അതിപ്പം അതിൽ വിവാദമായിട്ടുള്ള ഒരു വരി എന്ന് പറയുന്നത് വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആളുകളും അതിലെന്തോ ഒരു ചെറിയ വ്യാഖ്യാന പശയൊക്കെ പറയാറുണ്ട്. ശരിക്കും എന്തായിരിക്കും ആ വരികൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള അതിന്റെ ഒരു വ്യാഖ്യാനം? അതിന്റെ ശരിയായ രീതിയിലാകാം, ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പൊ പിശാചിന്റെ പിഴച്ചു നടക്കുന്നവനെന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിന്റെ തെറ്റുപറ്റി നടക്കുന്ന പിശാചിന്റെ തലയെ, അല്ലെങ്കിൽ തെറ്റിച്ച് കളയുന്ന പിശാചിന്റെ തലയെ ക്രിസ്തു തകർക്കുന്നതിന്റെ ഒരു ദർശനമാണ്. വൻ തലയെ തകർക്കും, പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളൊരു കാര്യമാകാൻ ആ വരി സാധിക്കും. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. കാര്യം അതിനോടനുബന്ധിച്ച് വരുന്ന വരികളും അങ്ങനെ തന്നെയാണ്. അതായത് 2 വരി അതിന്റെ നാഥന തന്നരികളിൽ നാഥന തന്നരികളിൽ നാദാന തന്നരികളിൽ വൻ തലയെ തകർക്കും, പിഴച്ചു നടക്കും അവന്റെ മുടികൾ. വൻ തലയെ തകർക്കും, പിഴച്ചു നടക്കും അവന്റെ മുടികൾ. മൂടിയ നെറുകയിൽ തന്നെ മുടിക്കുമാതിനാഥനോട് ചേർന്നതാ മനുഷ്യമീ. ഈ പരദേവനവോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുക്കരത്തിലുണ്ട് നിശമീ. പരദേവനവോ നമുക്ക് ശ്രീരാഗം എന്ന് പറഞ്ഞിട്ട് രാഗമാണ്, മഴ പെയ്യുന്ന രാഗമാണ്. ഈ രാഗത്തില് 1-2 പാട്ടുകൾ വേറെ ഉണ്ട്. നീ സരി സരി മാരി മ പാനി പമ പസ സനി പനി പമരി പാമരി മരി സനി ഒരു കരുണ രസമാനസമ നനിശമിരി പദാല സാമ്യ സുഗമവ നീതിയാം യഹോവയേ തിരു ശരണമെന്തേ ചരണം. ഇതൊക്കെ ഈ രാഗത്തിലുള്ള പാട്ടാണ്. നമ്മൾ മുമ്പേ പാടിയത് അഖിലേശനന്ദനം, ഒരു ചെറിയ നോട്ട് വ്യത്യാസം. അത് മധ്യമാവധിയിലേക്ക് പോകുന്നു ശ്രീരാഗത്തിൽ. ഇങ്ങനൊന്നും പറഞ്ഞാൽ എനിക്ക് ഏതായാലും എങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. സംഗീതം അതിൻ്റെതായ കൃത്യമായ ആ ചേരുവയിൽ വരുമ്പോഴാണ്. അല്ല, ഇത്രയും സീരിയസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവര് ഗൗരവമായിട്ട് അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുത്തുകളിലൂടെ, പാട്ടുകളിലൂടെയാണ് കാര്യങ്ങൾ പകർന്നു കൊടുത്തിരുന്നത് ആളുകളുടെ അടുക്കൽ. വലിയ പ്രസംഗങ്ങളെക്കാളും അധികം പാട്ടുകളിലൂടെ. ഇപ്പൊ നമ്മുടെ സ്ഥിരം ആരാധനാഗാനങ്ങൾ തന്നെ അതിനകത്ത് പക്ക തിയോളജിയാണ്. പക്ക തിയോളജി ഞാൻ എല്ലാ പാട്ടുകളുടെയും ഒടുവിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചായിരിക്കും എല്ലാ പാട്ടുകളും അവസാനിക്കുന്നത്. എല്ലാ പാട്ടുകളും നിങ്ങൾ പഴയ നമ്മളിപ്പോ പാടി ആരാധിക്കുന്ന പാട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഇപ്പം പാടും ഞാൻ പരമേശ്വരന് സദാ പറയാൻ വരും. ആ പാട്ടിനകത്ത് കർത്താവിന്റെ വരവിനോടെയാണ് നിൽക്കുന്നത്. നിയമനം എല്ലാ പാട്ടുകളും യേശുക്രിസ്തുവിന്റെ വരവോടെ വരുന്നു അവസാനിക്കുന്ന പാട്ടുകളാണ് കൂടുതൽ. അങ്ങനെയുള്ള പാട്ടുകളാണ് ഒത്തിരി പാട്ടുകൾ മനസ്സിലേക്ക് വരുന്നത്. ഞാനതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ക്രിസ്തു വർണ്ണനകളായിരിക്കും ആ പാട്ടുകൾ. അല്ല, നമ്മളെ സംബന്ധിക്കുന്ന പാട്ടുകൾ നമ്മുടെ ഗീതങ്ങളിൽ, നമ്മുടെ ആരാധന ഗീതങ്ങൾ വളരെ കുറവായിട്ടുണ്ട്. പിന്നെ പാസ്റ്റർ ഈ കാറ്റഗറൈസ് ചെയ്ത് പാട്ട് എഴുതുന്നത് അന്നൊരു രീതിയാണ്. അതെ, ഇപ്പം ശവസംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം ചില പാട്ടുകൾ എഴുതിയിരുന്നു, തിരുവത്താഴത്തിന് വേണ്ടി മാത്രം പാട്ടുകൾ എഴുതിയിരുന്നു, ഇപ്പം ഒരു ആഹ്വാനത്തിന് വേണ്ടി മാത്രം പാട്ടുകൾ എഴുതിയിരുന്നു. അങ്ങനെ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടെ പറയേണ്ടി വരും. ഇപ്പം സമയമാമരഥത്തിലൊക്കെ പ്രത്യാശഗാനങ്ങളായിട്ട് തന്നെ എഴുതിയതാണ്. അത് പിന്നീടാണ് നമ്മളാണ് അതിനെ മരണപ്പാട്ടായിട്ട്. എനിക്ക് നവയെറുശലേം പാർപ്പിടമൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ആരാധനയുടെ നടുവിൽ പാടാൻ നവയെറുശലേം പാർപ്പിടം തന്നെ വാസം ഓർക്കും, അല്ലെങ്കിൽ യെറുശലേമിൻ ഇമ്പ വീട്, ശുദ്ധസ്തുതിക്കും വീട്, ഈ കാര്യങ്ങളൊക്കെ ആരാധനയ്ക്കിടയിൽ പാടിയപ്പോൾ ഇപ്പം ദുഃഖത്തിന്റെ പാനപാത്രം തന്നെ ഒരു ആരാധനയ്ക്ക് എഴുന്നേൽപ്പ് തീർത്തും പാടുമ്പോൾ ആളുകൾക്ക് ഒരു ദുഃഖമാണ്. അത് പാടുമ്പോൾ എന്തോ വലിയ അപകടം സംഭവിച്ചു. എഫക്റ്റീവാണ് പാട്ടുകൾ. അതെ, അത്ര അപകടം സംഭവിച്ചു എന്ന രീതിയിലാണ് അവര്. പക്ഷെ അതിനകത്തെ ആ വരികളും അതിനകത്ത് ദൈവസാന്നിധ്യവും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നതാണ് അവര് മനസ്സിലാക്കാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം കൂടെ ഇതിനകത്ത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഈ പെന്തിക്കോസ്റ്റ് പാട്ടുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് ഒരു 50 വർഷമായിട്ട്. അതെ, ഇത് മുഴുവൻ മാർത്തോമ, CSI, CMS, കാത്തലിക്സ് ആളുകളുടെ പാട്ടുകളായിരുന്നു. സൈമൺ സാർ ആണെങ്കിൽ തന്നെ ബ്രദറൻ സമുദായം, വിദ്യാൻകുട്ടിയച്ചൻ മാർത്തോമ സമുദായം. അപ്പൊ ഇങ്ങനെ ഇതൊന്നും പെന്തിക്കോസ്റ്റൽ പാട്ടുകളായിരുന്നില്ല. അപ്പം നമ്മുടെ പാട്ടുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഈ വികാരപരമായി വൈകാരികമായിട്ട് പാട്ട് എഴുതുന്നത്. ഇതൊരു പോരായ്മയല്ല, എന്നാൽ പോലും കുറെ കൂടെ
കൾച്ചറൽ സോങ്സ് ഉണ്ടായിരുന്നു. സാഹിത്യം നല്ല രീതിയിൽ ഉപയോഗിച്ച എഴുത്തുകാരാണ് നമ്മൾക്കുണ്ടായിരുന്നു. അതിൽ ഭക്തവത്സലൻ സാറിനെ ഒന്നും നമുക്ക് ഒരിക്കലും, ഭക്തവത്സലൻ, അതോടൊപ്പം തന്നെ JV പീറ്റർ, അദ്ദേഹം നമ്മുടെ വിൽസൺ ചേതനാട്ടിൽ, മാവേലിക്കര രാജു, ഇവരൊക്കെ പ്രധാനപ്പെട്ട ഈ ഉത്തരാധുനികതയിലെ അവസാനത്തെ പാട്ടുകളുടെ ആളുകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവരൊക്കെയാണ്. ഏതായാലും ഇതുപോലെ പാട്ടുകളെ സ്നേഹിക്കുന്ന, പാട്ടുകളെ പാടുന്ന ഒരാളെ കാണാനും ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. മുമ്പോട്ട് നിങ്ങളുടെ ഈ യാത്ര മുൻപിലേക്ക് പോകുമ്പോൾ അതേറ്റവും വീണ്ടും ശുഭകരമാകട്ടെ. പഴയ പാട്ടുകളെ വീണ്ടും ഉയർത്തിയെടുത്തുകൊണ്ട് വരട്ടെ. അനേകർക്കൊരു മാർഗദർശിയാകട്ടെ എന്ന് ഗുഡ് ന്യൂസിന്റെയും എൻ്റെ വ്യക്തിപരമായ എല്ലാ ആശംസയും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുന്നു. കൃപയാൽ ഇതുവരെ വന്നു. അപ്പൊ ഇനി മുൻപിലേക്ക് പോകുമ്പോൾ എന്താണ് മുൻപിലേക്കുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ മുൻപിലേക്കുള്ള ആ പ്ലാൻ എന്താണ്? മനസ്സിലുള്ള താല്പര്യം, ആഗ്രഹം? ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചെയ്യണം എന്നൊരു വലിയ ആഗ്രഹം. രണ്ട് രീതിയിൽ അത് ചെയ്യണം. മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതണമെന്നൊരു ആഗ്രഹം, ഒരു അതിനൊരു ദൈവാത്മാവിന്റെ ഒരു പ്രേരണയും എനിക്ക് ഉണ്ടായിട്ട് 2-3 വർഷങ്ങളായി. അപ്പൊ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുന്ന രേഖകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ ഇതിനിടയ്ക്ക് ഏകദേശം 10-50ഓളം പാട്ടെഴുത്തുകാരുണ്ട്. നമ്മൾ പേര് പറഞ്ഞാൽ തീരില്ല. എന്നാലും മോശവത്സലം മുതൽ സൈമൺ സാറ്, വിദ്വാൻ കുട്ടിയച്ചൻ, നാഗൽ സാഹിബ്, PV തൊമ്മി, അങ്ങനെ തുടങ്ങി JV പീറ്റർ, മാവേലിക്കര രാജു, വിൽസൺ ചേതനാടിൽ ഭക്തവത്സലത്തിൽ അവസാനിക്കേണ്ട ഒരു വലിയ പ്രൊജക്റ്റാണ്. അതൊരു പുസ്തകമാക്കണം എന്ന ആഗ്രഹമുണ്ട്. രണ്ടാമത് അത് ഒരു ഡോക്യുമെന്ററി ആയി ചെയ്യണം എന്ന ആഗ്രഹം. ഈ 2 ആഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയമായി വെക്കുന്നതും. ഞാൻ ഇപ്പോഴും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കാര്യം ആണ് എൻ്റെ ഒരു ഫ്യൂച്ചറിലൊരു പ്രധാനപ്പെട്ട പ്ലാൻ. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2 പേരുടെയും ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ടീമിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പറയാൻ പോകും. കേരളത്തിലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഹരികുമാർ പത്ത്. ഹരിസാറാണ് ഞങ്ങളുടെ കൂടുതൽ പെർക്കഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ തബലയും മൃദംഗവും ഒക്കെ വളരെ കുറവ് ആണ് പല മ്യൂസിക് ടീമുകൾ ഉപയോഗിക്കും. പക്ഷെ അദ്ദേഹം ഒരുപാട് മ്യൂസിക് ടീംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വിദേശത്തൊക്കെ പോകുന്ന ഒരാളാണ്. ഞങ്ങൾ വളരെ ജൂനിയേഴ്സ് ആയിട്ട് പോലും ആ സീനിയോറിറ്റി ഒന്നും നോക്കാതെ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്തു. തബല മൃദംഗം വലിയ പിന്തുണയാണ് അദ്ദേഹം തരുന്നത്. കാര്യം ഈ പഴയ പാട്ടുകളൊക്കെ കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാനൊക്കെ അതിന് റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം തരുന്നൊരു പിന്തുണ വലുതാണ്. ഡ്രം വായിക്കുന്നത് സുബിൻ കോട്ടയം. ഞങ്ങളുടെ ഫീമെയിൽ സിംഗറായിട്ട് വർക്ക് ചെയ്യുന്നത് രാജി MA മ്യൂസിക് വിദ്യാർത്ഥിനിയാണ്, മ്യൂസിക് അധ്യാപികയാണ്. ഞങ്ങളുടെ ഈ ടീമിന്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു പ്രോജക്റ്റ്. അതാണ് ഒരു മനസ്സിലൊരു ആഗ്രഹം. അതെല്ലാം സാധ്യമാകട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കുക, കർത്താവ് സഹായിക്കും. അതിനുള്ള മുഖാന്തരങ്ങളും വഴികളും ഒക്കെ ഉണ്ടാകട്ടെ. അപ്പൊ നിങ്ങൾ ഇത്രത്തോളം നല്ലൊരു ടീമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. പ്രഗത്ഭരായ സംഗീതജ്ഞരും മ്യൂസിഷ്യൻസുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഫ്യൂണറൽ കൊയർ, കല്യാണം, വെഡിങ് കൊയർ, അതോടൊപ്പം തന്നെ കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പൊതു ശുശ്രൂഷ അടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം മ്യൂസിക് പഠിപ്പിക്കുന്നു, കീബോർഡ് പഠിപ്പിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു. അത് കർണാട്ടിക് മ്യൂസിക് എന്നതിനപ്പുറത്തേക്ക് മെത്തേഡ് ഓഫ് സിംഗിങ് ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം. പുതിയ ആളുകൾക്ക് ഒരു പാട്ട് എങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ പാടാം, ഒരു ഗ്രൂപ്പ് സോങ് എങ്ങനെ പാടാം, നമ്മുടെ PVP പോലെ ടാലന്റ് ടെസ്റ്റുകൾക്ക് എങ്ങനെ കുട്ടികൾക്ക് സംഗീതപരമായ വിഷയങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് മെത്തേഡ് ഓഫ് സിംഗിങ്. ഞാൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കർണാട്ടിക് മ്യൂസിക് മനസ്സിലാക്കാനായിട്ട് ഒരു സിലബസ്, ഒരു ക്രിസ്ത്യൻ സിലബസ് ഉണ്ടാക്കണം ഒരാഗ്രഹം ഞങ്ങൾക്ക്. അതൊക്കെയാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സിലബസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ പഴയ ക്രൈസ്തവ ഗാനങ്ങൾ വെച്ചുകൊണ്ട് ഈ കർണാട്ടിക് സംഗീതത്തിൽ ഉൾപ്പെടുന്ന ക്രൈസ്തവ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു സംഗീത പഠനം പാഠ്യപദ്ധതി. നമുക്ക് ഈ വരിശകളുടെ പഠനം ഒഴിവാക്കാൻ പറ്റില്ല. സരിഗമ പതിനിസയുടെ എക്സർസൈസ് ഉണ്ട്. സർലി വരിശകൾ, 2 വരിശകൾ, ജാട്ട് വരിശകൾ എന്നുള്ളത്. ആ ഒരു ബാങ്ക് ഓഫ് വരിശകൾ ഒഴിവാക്കാം. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സംഗീതം പഠിക്കാം. അതിനുശേഷം വരുന്ന സംഗീത പഠനം ഒരു മതവുമായി ബന്ധപ്പെട്ട് മാത്രം, ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കൃതികളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സെമിറ്റിക് മതങ്ങളിൽ പെടുന്ന ആളുകൾക്കും അത് പഠിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിൽ ക്രിസ്ത്യൻ കൾച്ചർ നിൽക്കുന്ന കുട്ടികൾക്ക് അത്തരം പഠനം ഇങ്ങനെ ഒരു കാരണത്താൽ മുടങ്ങി പോകണ്ട എന്നുള്ള ആഗ്രഹത്തിൽ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള
കൃതികൾ വെച്ചിട്ട് ഒരു സിലബസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഏറ്റവും ഏറ്റവും വലിയൊരു സൈനാണ്, ഒരു സിഗ്നേച്ചറാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ ഒക്കെ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. ഇങ്ങനൊരു സിലബസ്, അതൊക്കെ വലിയ ദർശനങ്ങളാണ്, വലിയ കാഴ്ചപ്പാടുകളാണ്. അതിനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകട്ടെ, അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഭക്തവത്സലൻ സാറിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകളിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല. 1-2 അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഞാൻ അദ്ദേഹം മരിക്കുന്ന സമയങ്ങൾക്ക് കുറച്ച് മുമ്പ് അദ്ദേഹമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഉണ്ടായ അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിന് 2 വരി ഒന്ന് പാടാം. മഷിഹാരാജൻ അന്നാമലയിൽ പാടുകൾ ഏറ്റപ്പോൾ, മഷിഹാരാജൻ അന്നാമലയിൽ പാടുകൾ ഏറ്റപ്പോൾ, തിരുകാൽ കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ, ഓ ഓ ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് സോങ്ങുകളെ കുറിച്ച് നമുക്ക് അറിയാത്തൊരു അറിവ്, അദ്ദേഹത്തിന്റെ പല പാട്ടുകളെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിട്ടുള്ളത് മലയാളത്തിലെ ഗ്രേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷാണ്. അത് പലർക്കും അറിയില്ല. ഡി മൈനർ, സി മൈനർ. ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ഈ പാട്ടിന് ഓർക്കസ്ട്ര നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ മാഷാണ്, മലയാളത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കുറച്ചേറെ പാട്ടിൽ അദ്ദേഹം മ്യൂസിക് നിർവഹിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല അറിവുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക്, അത് ഗുണപ്പെടട്ടെ. നമുക്കൊരു നല്ല ആരാധനാ ഗാനത്തോടുകൂടെ നമുക്ക് അതിന്റെ പരിസമാപ്തിയിലേക്ക്. ഈ നല്ല ആരാധനാഗാനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവസാനിക്കുന്ന കാലത്തോളം പരിശുദ്ധൻ മഹോന്നത ദൈവം തന്നെയായിരിക്കും നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വർഷിപ്പ് സോങ്. അത് ആക്ച്വലി ഒരു നേപ്പാളി സോങ് ആണ്. നേപ്പാളി സോങ് ആണ്. അദ്ദേഹം ആണ് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വ്യത്യാസമൊക്കെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത് ഭക്തവത്സലൻ സാറിന്റെ പേരിൽ അറിയാനാണ്, പേരിൽ പാടാനാണ് നമുക്കും ഇപ്പോഴും ഇഷ്ടം. അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മഹത്വപ്രത്യക്ഷത വരെയുള്ള പല ഘട്ടങ്ങളുടെ നിരനിരയായിട്ടുള്ള വിശദീകരണമാണ്. ശരിയാണ് ഈ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനനം മുതൽ മഹത്വപ്രത്യക്ഷത വരെ പോകുന്ന എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടാണ് പരിശുദ്ധൻ മഹോന്നത. തീർച്ചയായിട്ടും ആ പാട്ടിന്റെ വരികൾ പാടി നമുക്ക് അവസാനം. യെസ്. മന്ത്രിയം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹാ